അപ്പൊ ഈ വെല്ലറ്റ് നമുക്ക് സാധാരണ ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന വെല്ലറ്റിന് ആൽഫ വെല്ലറ്റ് എന്നാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ വെല്ലറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വെല്ലറ്റ് ധരിക്കുന്ന ആള് അല്ലെങ്കിൽ വീട്ടിൽ വെക്കുന്ന ആളുകളുടെ 4 മീറ്റർ ചുറ്റളവില് ഏത് സമയത്തും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകും എന്നാണ് അർത്ഥം. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ് കേട്ടോ. ഞാനെന്നുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂര് രാജേഷ് നവനീതം എന്നാണ് അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ട്രാൻസ്ലേഷൻ സയന്റിസ്റ്റ് ആണ് ആള്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അപ്പൊ നമുക്ക് ഒരുപാട് നെഗറ്റീവുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണല്ലോ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനെ പോസിറ്റീവ് ആക്കാനുള്ള ഓരോ ഘടകങ്ങളുണ്ട്. അതിനെ തേടിയുള്ള അന്വേഷണത്തിലാണ് ഇദ്ദേഹം ഇപ്പോഴും. ഇപ്പൊ സ്വന്തമായിട്ട് ശരിക്കും 250ഓളം പ്രാക്ടീസുകൾ ചില പ്രാക്ടീസുകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ നെഗറ്റീവുകളെ പോസിറ്റീവ് ആക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു സയൻസ് കൂടിയാണ്. അപ്പൊ അതിന്റെ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 250ഓളം പ്രാക്ടീസുകൾ കൂടി ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് കേട്ടോ. ആ പ്രാക്ടീസ് പക്ഷെ നമ്മൾ പോയി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പ്രാക്ടീസ് പഠിപ്പിച്ചു തന്നു. അപ്പൊ എന്നെയും അതുപോലെ ഇപ്പൊ ചെറിയൊരു സംഭവം പറഞ്ഞു തന്നിരുന്നു. ഇത് ഞാൻ ഇവിടുന്ന് കഴിഞ്ഞു പോയിട്ട് പിന്നെ വീട്ടിൽ പോയി ഇത് ചെയ്യാതിരുന്നോണ്ട് ഇതിന്റെ ഗുണം കിട്ടില്ല. ഇതിന്റെ ഗുണം കിട്ടണമെങ്കിൽ പരിപൂർണമായിട്ടും നമ്മൾ ഈ പ്രാക്ടീസ് നിത്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവുകൾ മുഴുവൻ പോയി നമ്മുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവ് എനർജി വരുന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ചെറിയൊരു അനുഭവത്തിൽ കൂടെ എനിക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി രാജേഷ് ചേട്ടൻ തന്നെ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ രാജേഷ് നവനീതം എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ തന്നെ നമുക്ക് പരിചയപ്പെടും. അപ്പൊ ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കും. അപ്പൊ ഏതെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ അദ്ദേഹമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ചേട്ടാ നമസ്കാരം. നമസ്തേ. അപ്പൊ എന്തായാലും നമ്മുടെ യാത്രയില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നത്. ഇതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരാളുമായിട്ട് നേരിട്ട് ഇപ്പൊ മെന്റലിസ്റ്റുകളൊക്കെ നമ്മള് ഇതിലിട്ട്. പക്ഷെ ഇത് വേറൊരു കാറ്റഗറിയാണ് അല്ലെ. ഇതിൽ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു അതായത് ഇപ്പൊ ഞാൻ പറയണത് ഇപ്പൊ നമ്മുടെ ശരീരം നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൽ ചില നെഗറ്റീവ് എഫക്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവ് ആക്കണേന്ന് പറഞ്ഞാണ്. അപ്പൊ എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ട്രാൻസ്പേഴ്സണൽ ഒരു വിഷയം ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് നമ്മളുടെ ഒരു ഉദ്ദേശം നമ്മൾ കണ്ടതും സംസാരിക്കുന്നതും ഈ വിഷയം നമുക്ക് ഇന്ത്യയില് കൃത്യമായിട്ട് ഒരു അറിവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പൊതുവെ നമ്മൾ പറയുന്ന കുറച്ച് പദങ്ങളുണ്ട്, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നുള്ളത്. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയോ ഒരു പോസിറ്റീവ് എനർജിയോ ഇല്ല. അത് ഈ നെഗറ്റീവും പോസിറ്റീവും ആപേക്ഷികമാണ്. അത് ഒരു വ്യക്തിക്ക് നെഗറ്റീവ് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് അത് പോസിറ്റീവായിട്ട് മാറാം. അപ്പോൾ അത് ഏതാണ് ഒരു വ്യക്തിക്ക് വേണ്ട പോസിറ്റീവ് വേവ് ഏതാണ് വേണ്ടത്, ആ വേവ് കൃത്യമായിട്ട് സയൻസിന്റെ സഹായത്തോടെ മനസ്സിലാക്കി അയാള് അതിലേക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വ്യക്തി ഏതൊരു മേഖലയിലായാലും, അതിപ്പോ അത് വിദ്യാഭ്യാസമായാലും ശരി, ഏത് മേഖലയിലും അദ്ദേഹത്തിന് വളരെ ഉന്നതി ഉണ്ടാവും. ഈ വിഷയം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് പരീക്ഷണം നടക്കുന്ന വിഷയം കൂടിയാണ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ സൈക്കോളജി എന്നൊരു വിഭാഗം മാത്രമാണ് നമുക്ക് വിദേശങ്ങളിൽ നമുക്ക് ഗൂഗിളിൽ കിട്ടുള്ളൂ. മറ്റുള്ള വിഭാഗങ്ങൾ കിട്ടാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് ക്ലാസിഫൈഡ് ആണ്. ക്ലാസിഫൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് ചില കാര്യങ്ങള് ചില മധ്യത്തിൽ അതൊരു കൊണ്ടുവരികയില്ല. കാരണം ട്രാൻസ്പേഴ്സണൽ വിഷയം ഒരു ജനതയെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ട്രാൻസ്പേഴ്സണൽ ഫ്രീക്വൻസി. ഈ ട്രാൻസ്പേഴ്സണൽ ഫ്രീക്വൻസി എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസ്പേഴ്സണൽ ഫ്രീക്വൻസി ഫിസിക്കൽ ഫ്രീക്വൻസി ആയിട്ട് ഡിഫറൻസുകൾ ഉണ്ട്. ഫിസിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ശബ്ദം ഫിസിക്കൽ ഫ്രീക്വൻസിയാണ്, ഗുരുത്വാകർഷണം ഫിസിക്കൽ ഫ്രീക്വൻസിയാണ്. പക്ഷെ ട്രാൻസ്പേഴ്സണൽ ഫ്രീക്വൻസി എന്നുള്ളത് ആ മേഖലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് കിട്ടുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തില്
അത്തരം ട്രാൻസ്ഫർ ഫ്രീക്വൻസി കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് രാജ്യത്താണോ അത് കൃത്യമായിട്ട് അപ്ലിക്കേഷൻ നടത്തുന്നത്, ആ ജനത ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് അത് ക്ലാസിഫൈഡ് ആവുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു പദം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ആരോഗ്യ കാര്യത്തിലാണ് ഈ ട്രാൻസ്ഫർ ഫ്രീക്വൻസി കണ്ടെത്തുന്നത് എന്ന് വിചാരിക്കട്ടെ. ആ രാജ്യത്ത് ഒരു ആൾക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ക്ലാസിഫൈഡ് ആവുന്നത്. കാരണം അതൊരു രാജ്യത്തിന്റെ സമ്പത്തായി മാറുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ട്രാൻസ്പേഴ്സണൽ വിഷയങ്ങളെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറയാനുണ്ട്. ഞാനൊരു 30 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ ഈ പറയുന്ന സംഭാവനകൾ ലോകമെമ്പാടും പല യൂണിവേഴ്സിറ്റികളിൽ അവരുടെ പഠന സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചെറിയ ഹിന്റുകൾ നമുക്ക് നൽകാൻ സാധിക്കും. അപ്പൊ അതിനായിട്ട് വൈഡായിട്ടുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന്റെ തുടക്കമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മുടെ പറഞ്ഞില്ല ഈ നെഗറ്റീവ് എനർജിയെ കുറിച്ച് പറഞ്ഞു, അത് നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള ഘടകം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ക്രോഡീകരിച്ചു? അപ്പൊ നമ്മള് ഇപ്പോ ഈ ഇതുണ്ട് എന്താ മെന്റലിസം, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഇപ്പൊ നിങ്ങൾ നിയന്ത്രിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അത് കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കുന്ന ഒരു തരം മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് രാജേഷേട്ടന്റെ ഒരു ഇതില് ഒരാളുടെ മൈൻഡിനെ ക്ലിയർ ആക്കണമെങ്കിൽ എന്തായാലും അയാളുടെ നെഗറ്റീവുകളെ മുഴുവൻ മാറ്റി പോസിറ്റീവ് ആവേണ്ട സ്ഥിരീകരിക്കണം. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതായത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളില് ഒരു പ്രത്യേക തരത്തിലുള്ള ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ വരുന്ന ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഏതൊരു ഫോഴ്സിനും അതിൻ്റെതായ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതിന്റെ ചെറിയൊരു ഇതാണ് ഇപ്പൊ നമുക്ക് അതെ, അതിന്റെ ഒരു ഫ്രീക്വൻസി കൂടി ഉണ്ട്. അപ്പൊ ഫ്രീക്വൻസി നമ്മൾ 2ാം ഘട്ടത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പൊ പലരും പറയാറുണ്ട് മെഡിറ്റേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അവർക്കൊരിക്കലും ഈ പറയുന്ന കാര്യത്തിന്റെ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അതുപോലെ അതിന്റെ വിടുത്ത് എന്താണ്, അത് എത്രത്തോളം ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം. ഞാൻ വന്നപ്പോ രാജേട്ടൻ ചെയ്ത ചെറിയൊരു സംഭവം, അതെ, അത് അതിന്റെ ഒരു പാർട്ട് മാത്രമാണോ? അതേപോലത്തെ കുറെ അതുപോലെ തന്നെ ഡിഫറന്റ് ആയിട്ടുള്ള 254 ഒന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയണം, അപ്പൊ ഞങ്ങളോട് വന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു ചെറിയൊരു പ്രാക്ടീസ് തന്നിരുന്നു. എന്താണ് ഇതിനെ കുറിച്ച് അറിയാനും നമുക്ക് പഠിക്കാനും കൂടിയായിരുന്നു. സത്യത്തില് നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് വേറൊരു ഇതിലേക്ക് എത്തും. കാരണം നമ്മളൊരു പോസിറ്റീവ്, ഇതിപ്പോ ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തതെങ്കിൽ കൂടി നമുക്കത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന്റെ ഈ 251 പറഞ്ഞതിൽ ഒന്നാണ് കേട്ടോ നമുക്ക് വേണ്ടി എനിക്ക് എന്റെ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ സ്വയം ചെയ്യാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന ചില ചലനക്രമങ്ങളാണ്. അത് സത്യത്തില് എനിക്കത് വേറൊരു തരത്തിലുള്ള ഒരു ഫീൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് സത്യസന്ധമായ ഒരു കാര്യമാണ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും വന്ന് പറയണോ. ഞാനിവിടെ വന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള കുറെ 251 പറഞ്ഞ ആലോചിക്കണം. അത്രയും പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുള്ളത് തന്നെയാണ്, അല്ലെ? അതെ, നമുക്ക് 250 മേലെയുള്ള ഈ പ്രാക്ടീസുകൾ അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മളത് പ്രവർത്തിപ്പിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ആരോഗ്യമാണ് മുഖ്യമെങ്കിൽ ഈ പറയുന്ന പ്രാക്ടീസിലെ 252 പ്രാക്ടീസിലെ ഏതെങ്കിലും 1 or 2 മാത്രം ചെയ്താൽ മതി. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒരാളുടെ ശരീരത്തിൽ ഏതാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തീർച്ചയായും ഇപ്പൊ അത് നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നതിന് പുറമെ അപ്പൊ നമ്മൾ വരുന്ന ഒരാളുടെ ഒരു ആവശ്യം, ഒരു വിദ്യാർത്ഥിയാണ് എന്റെ മുമ്പിൽ വരുന്നത്, അവന് പ്രാഥമികമായ ആവശ്യം അവന് നല്ല സ്കോർ ചെയ്യണം, നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ ആ പറയുന്ന വ്യക്തിക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്രാക്ടീസ് കാര്യങ്ങളാണ് കൊടുക്കുക. അപ്പൊ സാധാരണഗതിയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു 3 or 4 പ്രാക്ടീസ് മെത്തേഡുകൾ മാത്രം മതി അദ്ദേഹത്തിന്റെ മേഖലയിൽ. ഒരാൾ വന്നിട്ട് രാജേഷേട്ടനോട് പറയാണ്, ഇപ്പൊ എന്റെ കുട്ടിക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരികയാണ്, അപ്പൊ എന്റെ കുട്ടിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പൊ വിദ്യാഭ്യാസത്തിൽ വളരെ മോശമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം. അപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോ തന്നെ അവൻ കൊടുക്കേണ്ട ഏതാണെന്നുള്ളത് നമുക്കറിയാം. അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഘട്ടങ്ങൾ ഒന്ന് തന്നെയാണ്, ഡിഫറെന്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളില്ല. അതില് ചില ആളുകൾക്ക് മാത്രം ചില പ്രാക്ടീസുകൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതായത് അത് കൃത്യമായിട്ട് നമ്മൾ പഠനക്രമമായിട്ട് കൃത്യമായിട്ട് സിലബസ് വെച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്.
അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ കാര്യമായാലും ഏതൊരു ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്കും കൃത്യമായിട്ട് സിലബസ് ഉണ്ട്. ആ സിലബസിലുള്ള പ്രാക്ടീസ് പരിപാടികൾ മാത്രം കൊടുത്താൽ മതി. മൊത്തത്തിൽ 252 ഉണ്ടെങ്കിൽ തന്നെയും ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് മൊത്തം ഡെവലപ്മെന്റ് വേണമെങ്കിൽ പോലും 8 എണ്ണം മാത്രം മതി. അതായത് ഒരു ശരീരത്തിന്റെ ഫുൾ എനർജി എനർജി, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിന് കൂടുതൽ കരിയർ ഗ്രോത്ത് വേണം, ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സ്പിരിച്വൽ വേണോ, അതിനെല്ലാം കൂടി നമുക്ക് 8 എണ്ണം മതിയാവും. ഇനിയിപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ ഒരാൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില തിരിച്ചറിവുകൾ, അതല്ലാതെ നമ്മൾ ഇത് ഇപ്പൊ രാജേഷേട്ടൻ ചെയ്യുന്ന ഒരു സംഭവം ഒരാൾക്ക് പഠിക്കണം എന്ന് തോന്നിയാൽ അത് പഠിക്കാനുള്ള സംവിധാനം ഉണ്ട്. കൃത്യമായിട്ട് നമ്മൾ അതിനുവേണ്ടി ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ട് ജോലി ഓഫർ ചെയ്യുന്നുണ്ട്. വിദേശങ്ങളിൽ നമുക്ക് ഇതിന് ചില കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും അടക്കം ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ അസിസ്റ്റന്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്. വിദേശങ്ങളിൽ ജോലി ഉറപ്പായിട്ടുള്ള ഒരു കോഴ്സാണ്. അതുപോലെ എഡ്യൂക്കേറ്റർ എന്നുള്ള 2 കാറ്റഗറിയിലുള്ള കോഴ്സുകളും ഉണ്ട് അതിൽ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഇതിന്റെ തിയററ്റിക്കൽ പാർട്ട് കൃത്യമായി പറയാനും സാധിക്കും. അതിനുള്ള കോഴ്സ് നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട്. അത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്കും വ്യത്യസ്തമായ കോഴ്സുകൾ നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ UK-ലും മറ്റുള്ള സ്ഥലങ്ങളിലും നമ്മളുടെ ഈ കോഴ്സ് സംബന്ധമായിട്ട് കൃത്യമായിട്ട് ജോലിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ പറഞ്ഞിരുന്നു ഒരു സംഭവം ഉണ്ടാക്കി, അതായത് ഈ എനർജിയെ മൊത്തം അവനവന്റെ ശരീരത്തിലേക്ക് ക്രിയേറ്റ്, അതായത് പോസിറ്റീവ് എനർജി, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സാധനം സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിരുന്നു. അതിനെ കുറിച്ചൊന്ന് പറയാം. കൃത്യമായിട്ട് പറയാം. അതായത് നമ്മൾ പലപ്പോഴും ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിൽ ഏർപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ അവർ പറയാറുണ്ട് ചില പ്രത്യേകത, അതായത് ചിലപ്പോ ഒരു പക്ഷെ ചില ശക്തികളുടെ പ്രഭാവം കാരണം ആ സ്ഥലങ്ങളിൽ അവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ധനസംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂസ്, കുടുംബകലഹങ്ങൾ, അങ്ങനെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന, ആ പ്രദേശത്ത് നിൽക്കുന്ന ട്രാൻസ്പേഴ്സണൽ ഫോഴ്സിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മളുടെ ഒരു റെമഡി അവരെ സംബന്ധിച്ചുള്ള ആ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കാൻ 2 തരത്തിലുള്ള പരിഹാര രീതികളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, നമ്മളുടെ കോഴ്സ് കൊടുത്തുകൊണ്ട് ഇത്തരം പുറത്തു നിൽക്കുന്ന അവർക്ക് വിഘാതമായിട്ടുള്ള ട്രാൻസ്പേഴ്സണൽ ഫോഴ്സിനെ മാറ്റി നിർത്തുക. അതായത് സ്വയം പ്രിവെന്റീവ് ആവാന്ന് പറയുന്നത്, പ്രിവെൻഷൻ എന്ന് പറയും. അതായത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് സംബന്ധിച്ചോളം പുറത്ത് ഏത് അവർക്ക് അനുകൂലമല്ലാത്ത ഒരു ഫോഴ്സും അവരെ ബാധിക്കാത്ത രീതിയിൽ പ്രാക്ടീസ് സെഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രാക്ടീസ് സെഷൻ കൊടുക്കുന്ന ആളുകൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. ഇനി ചില ആളുകളെ സംബന്ധിച്ച് പ്രാക്ടീസ് ചെയ്യാൻ മടിയുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പുറമെ ഏത് തരത്തിലുള്ള വിഘാതമായ ഫോഴ്സ് ആണെങ്കിൽ തന്നെയും നമുക്ക് ഒരു ട്രാൻസ്പേഴ്സണൽ ഡിവൈസ്, ഇൻസ്ട്രുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത വെച്ചാൽ ആ ഇൻസ്ട്രുമെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും. മാത്രവുമല്ല അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഒരു 4 മീറ്റർ ചുറ്റളവില് ഈ ഫോഴ്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത് പ്രത്യേകത പുറമെ ഏത് ഫോഴ്സ് ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫോഴ്സ് ഈ എക്യുപ്മെന്റിൽ എല്ലാ കാലത്തും പ്രവർത്തിക്കും. അപ്പൊ ഞാൻ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അതായത് എന്താ പറഞ്ഞതിന്റെ വെച്ചാൽ, ഇപ്പൊ നമുക്ക് ചില ആളുകൾക്ക് ഇത് വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ രാജേട്ടൻ തന്നെ പറഞ്ഞത്, പഠിപ്പിച്ചു വിട്ട ആളുകൾ പലപ്പോഴും വീട്ടിൽ പോയാൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ചെയ്തില്ല മാഷ എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ നമ്മൾ സ്വയം അതിനെ മാറ്റുന്ന ഒരു സംവിധാനമാണുള്ളത്. ഇതല്ലാതെ ഒരു യന്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് രാജേട്ടൻ. അത് യന്ത്രം എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ കൂടെ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് എങ്ങനെയാണ് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എവിടെയാണോ ഇരിക്കുന്നത്, ഇപ്പൊ നമുക്ക് വീട്ടിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ വെക്കാം, എവിടെ വെച്ചാലും ആ നിൽക്കുന്നതിന്റെ 4 മീറ്റർ ചുറ്റളവില് നമുക്ക് ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ഇതിപ്പോ വീട്ടിൽ വെക്കുകയാണ്, അപ്പൊ നമ്മൾ സുദർശനം അല്ലെങ്കിൽ കുറെ ഇപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിപ്പോ രാജേട്ടൻ തന്നെ ആ തരത്തിലുള്ള കാര്യങ്ങളെ നിർദ്ദേശിക്കാറുണ്ട്. ആ സുദർശനമൊക്കെ വെക്കുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ, നമുക്കിത് പലപ്പോഴും പല ആളുകളും വെറുതെ നമുക്ക് ഉണ്ടാക്കി തരുന്ന, അതിന്റെ യാതൊരുവിധ ഇതുമില്ലാതെ. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് ഇത് ശരിക്കും ഉണ്ടാക്കുന്ന സ്ഥലമെന്നും എന്താണ് അതിന്റെ ഗുണങ്ങളെന്നും കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. ഇത് അതേപോലെയാണ്
ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ച് ഉണ്ടാക്കിയ സാധനമാണ്. തീർച്ചയായിട്ടും ഇതിരിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുഭാഗം നമുക്ക് പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ ബാക്കി ചോദിക്കാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത നമുക്ക് ഈ വെല്ലറ്റ് എന്ന് പറയുന്ന ഈ എക്യുപ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് കൂടി പറയാം. ഈ പലപ്പോഴും നമ്മൾ ഏലസോ അല്ലെങ്കിൽ മറ്റുള്ള സുദർശനയന്ത്രമോ മറ്റോ ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ അങ്ങനത്തെ ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോന്നോ അത് എത്ര കാലം വർക്ക് ചെയ്യുന്നോന്നോ തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ മാത്രം ഇത് ഉപയോഗിക്കുന്നു. പക്ഷെ ഈ വെല്ലറ്റിന്റെ പ്രത്യേകത എന്താ, ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഇത്തരം ഫോഴ്സ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതായത് നമ്മൾ വെറുതെ ഒരു പ്രോഡക്റ്റ് അല്ല, അത് കൃത്യമായിട്ട് ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഡെമോ കാണിച്ചും ആരാണോ താല്പര്യപ്പെടുന്ന വ്യക്തി ഇതിൽ ഫോഴ്സ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതാണ് പ്രത്യേകത കേട്ടോ. അതായത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്ന് പറഞ്ഞ രാജേഷേട്ടന്റെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാജേഷേട്ടൻ ഇത് നിങ്ങളിൽ തന്നെ ഇത് കാരണം ഇപ്പൊ നമുക്കിപ്പോ ഒരു റേഡിയോ വാങ്ങിയ അല്ലെങ്കിൽ ഒരു TV വാങ്ങിയ നമ്മളത് പ്രവർത്തിച്ച് കാണിച്ചിട്ടാണല്ലോ നമ്മൾ വാങ്ങിക്കുക. ഒരു ബൾബ് വാങ്ങിയാൽ പോലും നമ്മളത് ഇട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക. മലയാളികൾ പ്രത്യേകിച്ചും അങ്ങനെ ഒരു ഇതുണ്ട്, ഇല്ലെങ്കിലും എവിടെങ്കിലും ഹോൾഡർ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഇട്ടിട്ട് അത് കത്തുണ്ടോ നോക്കിയിട്ടാണ് ചെയ്യുക. ഇത് ആരാണോ ഇത് ആവശ്യക്കാര് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഇത് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹം അത് വെക്കുന്നത്. കാരണം ഇതൊരു കച്ചവടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് എന്തോ അല്ല, മൂപ്പരുടെ ഗവേഷണത്തിന് മൂപ്പര് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. അപ്പൊ അത് നിങ്ങൾക്കും ബോധ്യപ്പെടും, വേണ്ട ആളുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്കും ബോധ്യപ്പെടും. ബോധ്യപ്പെട്ട് മാത്രമാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അത് വരുന്ന വ്യക്തിക്ക് ഇതില് ഇത്തരം ഫോഴ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡിവൈസ് കൊടുക്കുന്നത്. മാത്രമല്ല ഈ ഡിവൈസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ഇതിന്ന് ഈ ഫോഴ്സ് എമിറ്റ് ചെയ്യുന്നത് അവസാനിക്കുന്നില്ല. നമുക്കറിയാം ഒരു ആലസോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് തരത്തിലുള്ള സ്പിരിച്വൽ ഉപകരണങ്ങൾ വാങ്ങിച്ചാലും അതിനൊരു പരിധി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാലയളവുണ്ട് അതിന് പ്രവർത്തിക്കാൻ. ഒരു പരിധി കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമാവും. പക്ഷെ ഈ വെല്ലറ്റിന്റെ പ്രത്യേകത അതൊരിക്കലും ഒരു കാലത്തും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ ഫ്രീക്വൻസി ഒരിക്കലും അവസാനിക്കുന്നില്ല. അതായത് ഇത് വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഏറ്റവും ഗുണകരമായ അവസ്ഥ എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ടൈമിൽ മാത്രമല്ല അവർക്ക് വരും തലമുറകൾക്ക് പോലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. അതായത് കൃത്യമായി ഉപയോഗിക്കാം, അതിൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നെന്ന് അറിയാൻ പറ്റും. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഏവർക്കും അനുയോജ്യമാണ്. അതായത് ഇതില് അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു ആളും ഇല്ല. മാത്രമല്ല ഇതില് മതപരമായിട്ട് ഒന്നും തന്നെ ഇല്ല, റിലീജിയസ് റിലീജിയസ് ആയിട്ട് ഒന്നുമില്ല. ഇതില് കൃത്യമായിട്ട് നമ്മൾ ഈ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് സയൻസ് ആണ്. അത് ഈ ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് എന്താണെന്നും അതിന്റെ പ്രവർത്തന രീതി എന്താണെന്നും നമ്മൾ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതോട് കാണുമ്പോഴാണ് ഈ എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അതിൽ സംശയം ചോദിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്താണ് ട്രാൻസ്പേഴ്സണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒരാളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുക. രണ്ട്, ഇത് അയാളുടെ ലൈഫ് ടൈം മാത്രമല്ല അയാൾക്ക് കുടുംബസ്വത്ത് എന്ന പോലെ തലമുറകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. ആ ഒരു പ്രത്യേകതയോടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ പല വിമർശനങ്ങളും വരും എന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം പലപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഇപ്പൊ ഒരു പുതിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്, പുതിയൊരു പ്രോഡക്റ്റാ വരുന്നത്. വിമർശനം ഉന്നയിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അവർ നേരിട്ട് വരട്ടെ, വന്നിട്ട് രാജേഷേട്ടനായിട്ട് നേരിട്ട് മീറ്റ് ചെയ്തപ്പോ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും സുധീഷേട്ടൻ കുറെ പൈസ വാങ്ങിയിട്ട് അതൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആത്മീയമായ പാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ക്ഷേത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ഗുണമല്ലാത്ത ഒരു കാര്യവും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത്, ഇദ്ദേഹം ആ സാധനത്തെ കുറിച്ച് പറയുമ്പോ രണ്ട് ചീത്ത വിളിക്കുന്നതിന് പകരം നേരെ വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വരിക, വന്നിട്ട് ഇത് എന്താണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങിയാൽ മതി. കാരണം അദ്ദേഹം ഒരു ഇരുട്ടുമുറിയിൽ ഒളിച്ചിരുന്നിട്ട് ചെയ്യുന്ന സംഭവമല്ല, പരസ്യമായിട്ട് ആളുകളുടെ മുന്നിലിരുന്ന് ആണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് വരാം. എന്നിട്ട് രാജേഷേട്ടനോട് ചോദിക്കാൻ ഇതൊന്ന് പരിചയപ്പെടുത്തും ആളുകൾ. കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ്. അപ്പൊ ഈ വെല്ലറ്റ് നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വെല്ലറ്റിന് ആൽഫ വെല്ലറ്റ് എന്നാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ വെല്ലറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വെല്ലറ്റ് ധരിക്കുന്ന ആള് അല്ലെങ്കിൽ വീട്ടിൽ വെക്കുന്ന ആളുകളുടെ 4 മീറ്റർ ചുറ്റളവില് ഏത് സമയത്തും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകും എന്നാണ് അർത്ഥം. പക്ഷെ വെല്ലറ്റുകൾ പലതരത്തിലുണ്ട്. ഇപ്പൊ ഒരാളെ സംബന്ധിച്ചുള്ള ആൾക്ക് ധനത്തിനാണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ചുള്ള വെല്ലറ്റ് നമുക്ക് രൂപകൽപ്പന ചെയ്ത് കൊടുക്കാൻ സാധിക്കും.
അതുപോലെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനാണെങ്കിൽ വേറെ വെല്ലറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഏതൊരു ആവശ്യത്തിനും പറ്റുന്ന വെല്ലറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് ആ അളവിലുള്ള ട്രാൻസ്പേഴ്സണൽ ഫ്രീക്വൻസി ഉണ്ടാകുന്ന വെല്ലറ്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് ആളുകളുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോ നമ്മളതിന്റെ ആ കാര്യങ്ങളെ കുറിച്ച് കേട്ടു, ആ യന്ത്രത്തെ കണ്ടു. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാ, നിങ്ങള് വിമർശിക്കുന്നതിന് മുന്നേ, കാരണം എനിക്കറിയാം കുറെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 10 ആൾ എൻ്റെ പിന്നെ ഒരുപാട് വിമർശനങ്ങൾ വരാറില്ല, കാരണം ആളുകൾക്ക് ഞാൻ 100% പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഇത് വിമർശിക്കുന്നതിന് മുമ്പ് ഈ രാജേഷ് നവനീതം എന്ന വ്യക്തിയെ നേരിട്ട് വന്ന് കണ്ട്, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്, നേരിട്ട് വന്ന് നിങ്ങൾക്ക് കണ്ട് ഇത് എന്താണെന്നും എന്താണ് ഇത് കൊണ്ടുള്ള ഗുണമെന്നും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ഈ സാധനം വാങ്ങിക്കൊണ്ടായാൽ മതി. അപ്പൊ ഞാൻ പറയണത് വെച്ചാൽ, ഞാൻ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പ്രാക്ടീസ് നമുക്ക് തന്നിരുന്നു. ആ തരുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവം വേറൊരു ലോകത്തേക്ക് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ചില പ്രാക്ടീസുകൾ നമ്മളോട് തന്നെ ശരീരത്തിൽ ചെയ്യാൻ പറയാണ്. അപ്പൊ അത് എനിക്ക് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒന്ന് ചെയ്തപ്പോ എനിക്കിതുണ്ടായി. ഇതുപോലെ ഈ 251 നിങ്ങൾ ചെയ്യണം എന്നല്ല കേട്ടോ, പരിപൂർണമായിട്ടും ഒരു മനസ്സിന് കൃത്യമായിട്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ 8 ഒറ്റ ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളത് വന്നിട്ട് നേരിട്ട് വന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തോട് പ്രാക്ടീസ് ചോദിച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിനുശേഷം നിങ്ങൾ ഈ സാധനത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങിയാൽ മതി. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തെ പോലെ ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലും ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം എനിക്കറിയാം സയൻസ് പരമായിട്ട് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇതിന്റെ ഒരാളെ ഞാൻ കാണുന്നത്, സയന്റിസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്നത് ഇദ്ദേഹത്തെയാണ്. അപ്പൊ എന്തായാലും അദ്ദേഹം ഇത്ര നേരം നമ്മളോട് സംബന്ധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് രാജേഷ് ചേട്ടാ. അപ്പൊ എന്തായാലും ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ അറിയാം. നിങ്ങൾ സ്വയം നിങ്ങളുടെ നെഗറ്റീവ് എനർജികളെ മുഴുവൻ മാറ്റി പോസിറ്റീവ് എനർജി ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.